Hello everyone, we are learning analysis of variance. In the last video, we have learned completely randomized design. And one of the main limitations of completely randomized design is that it does not take into account the effect of extraneous variables on the dependent variable. അതൊരു പ്രധാനപ്പെട്ട ലിമിറ്റേഷൻ ആയിരുന്നു. ഒരുപാട് extraneous variables ഉണ്ട് dependent variableനെ ഇഫക്റ്റ് ചെയ്യുന്നത്. For example, last video നമ്മൾ പറഞ്ഞ പോലെ തന്നെ sales is very much influenced by the price level of a product. So ഇവിടെ price independent variable ഉം sales dependent variable ആണ്. ഈ പ്രൈസ് മാത്രമല്ല അല്ലെങ്കിൽ പ്രൈസിനെ മാത്രമല്ല സെയിൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരുപാട് അതർ എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഉണ്ട്, ലൈക്ക് സ്റ്റോറിന്റെ സൈസ് അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസ് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സ്. ഇങ്ങനെ ഒരുപാട് എക്സ്ട്രേനിയസ് വേരിയബിൾസും ഒരു പ്രൊഡക്റ്റിന്റെ സെയിൽസിനെ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യാതെയാണ് വൺ വേ അനോവ പഠിച്ചത്. കാരണം there we have assumed that the effect of extraneous variables are constant. അതിനെ കോൺസ്റ്റന്റ് ആയി നിർത്തിക്കൊണ്ടാണ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈനിൽ നമ്മൾ വൺ വേ അനോവ അല്ലെങ്കിൽ വൺ വേ അനാലിസിസ് ഓഫ് വേരിയൻസ് അപ്ലൈ ചെയ്തത്. പക്ഷെ നമുക്ക് എക്സ്ട്രേനിയസ് വേരിയബിൾസ് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിസൈനാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. That is what we are going to learn, randomized block design in two-way ANOVA. In randomized block design, it is possible to separate the influence of extraneous variable on a particular dependent variable, thereby providing a clear picture of the impact of treatment on test units. Extraneous variables in the influence കൂടി consider ചെയ്യുന്ന ഒരു statistical design ആണ് randomized block design. One of the main assumptions in randomized block design is that the block is correlated with the dependent variable. ഓരോ ബ്ലോക്കും ഡിപ്പെൻഡന്റ് വേരിയബിളിനെ കോറിലേറ്റഡ് ആണ് എന്ന അസംഷനിലാണ് നമ്മൾ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ all the treatments are randomly assigned to the blocks in such a way that each treatment appears in each block at least once. നമ്മൾ ഓരോ ബ്ലോക്ക് ആയിട്ട് തിരിക്കുന്നുണ്ട്. അതായത് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിൽ ഓരോന്നും ഓരോ ബ്ലോക്കാണ്. ഈ ബ്ലോക്കിലേക്കാണ് നമ്മൾ ടെസ്റ്റ് യൂണിറ്റ്സിനെ റാൻഡംലി അസൈൻ ചെയ്യുന്നത്. ഓരോ ട്രീറ്റ്മെന്റിനെയും റാൻഡംലി അസൈൻ ചെയ്യുന്നത് ഓരോ ബ്ലോക്കിലേക്കാണ്. സോ ഓരോ ബ്ലോക്കും ഓരോ ട്രീറ്റ്മെന്റിന്റെ ഇഫക്റ്റ് ആണ് റിഫ്ലക്ട് ചെയ്യുന്നത്. സോ ഈ ബ്ലോക്സ് എല്ലാം കോറിലേറ്റഡ് ആണ്, വിച്ച് ഇസ് കോറിലേറ്റഡ് വിത്ത് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന അസംഷനിലാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ ആണ്. And also it should be noted that the blocking should be done prior to the application of treatment. Treatment മുന്നേ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ ആണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. For example, sales of a product is influenced by the price level. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇതിൽ സെയിൽസ് ഡിപ്പെൻഡന്റ് വേരിയബിളും പ്രൈസ് ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. Independent variable should have a number of categories. For example, low price, medium price or high price. ഇങ്ങനെ 3 categories ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് നോക്കാം. ഇവിടെ ഒരു കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ ആയിരുന്നുവെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രേനിയസ് വേരിയബിൾസ് ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൈസോ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്ട്സിന്റെ പ്രൈസോ അല്ലെങ്കിൽ സ്റ്റോറിന്റെ സൈസോ ഒന്നും നമ്മൾ എടുക്കാറില്ല, കൺസിഡർ ചെയ്യാറില്ല. അതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിയിട്ടാണ് ആ അസംഷനിലാണ് കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടി എല്ലാ എക്സ്ട്രേനിയസ് വേരിയബിൾസിനെയും ഇഫക്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഈ സ്റ്റോറിന്റെ സൈസ് വേണമെങ്കിൽ ഒരു എക്സ്ട്രേനിയസ് വേരിയബിൾ ആണല്ലോ. സ്റ്റോറിന്റെ സൈസ് വേണമെങ്കിൽ അത് തന്നെ നമുക്കറിയാം, അത് സ്മോൾ സൈസ് ഉണ്ട്, മീഡിയം സൈസ് ഉണ്ട്, ലാർജ് സൈസ് സ്റ്റോർസ് ഉണ്ട്. സോ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്ന ഈ സ്റ്റോറിന്റെ സൈസ് കൂടി നമുക്ക് കൺസിഡർ ചെയ്ത് അതിനെ ഓരോ ബ്ലോക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ ടെസ്റ്റ് ഈ ട്രീറ്റ്മെന്റ്സിനെ റാൻഡംലി ഈ ബ്ലോക്കിലേക്ക് അസൈൻ ചെയ്ത് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിലൂടെ two-way ANOVA അപ്ലൈ ചെയ്ത് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് പറ്റും. സോ അറ്റ് എ ടൈം നമുക്ക് 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെയും അതേപോലെ എക്സ്ട്രേനിയസ് വേരിയബിൾസിനെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസൈൻ ആണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ. So what is randomized block design in two-way ANOVA? If the statistical data are classified on the basis of 2 factors, we can apply two-way ANOVA. 2 factors consider ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് അപ്ലൈ ചെയ്യാം?
two-way ANOVA. For example, agricultural output, agricultural yield എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് എടുത്ത് ഒരുപോലെ സ്റ്റഡി ചെയ്യാം. ഫോർ എക്സാമ്പിൾ സീഡ്സ്, വെറൈറ്റീസ് ഓഫ് സീഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. സോ ഓരോ ബ്ലോക്കായി തിരിച്ച് ആ ഒരു ബ്ലോക്കിൽ ഒരു വെറൈറ്റി ഓഫ് സീഡും അനദർ വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസറും അപ്ലൈ ചെയ്ത് നോക്കാം. അനദർ ബ്ലോക്ക്, അനദർ വെറൈറ്റി ഓഫ് സീഡ് ആൻഡ് അനദർ വെറൈറ്റി ഓഫ് ഫെർട്ടിലൈസർ. അങ്ങനെ ഓരോ ബ്ലോക്സിലേക്കും നമുക്ക് രണ്ട് ഫാക്ടേഴ്സിനെ കൂടി കൺസിഡർ ചെയ്ത് അവിടുത്തെ agricultural yield measure ചെയ്യാം. So there are two factors are there, so we can apply two-way ANOVA. Another example is sales based on different salesmen and different regions. പല regions, പല salesmen, രണ്ട് factors ആണ്. Production from different machines by different grades of labor. പല മെഷീനിൽ നിന്നുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ പല മെഷീനിൽ നിന്നുള്ള പ്രൊഡക്ഷൻ. അതേപോലെ തന്നെ അതേസമയം തന്നെ പല ഗ്രേഡ്സ് ഓഫ് ലേബർ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്. സോ രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് എങ്കിൽ ആ ടു ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡിയാണ് അനാലിസിസ് ഓഫ് വേരിയൻസ്. Then what is the total variance in two-way ANOVA? The variances are classified into variance between columns, variance between rows, and variance within samples or residual variance. Okay. So between columns between rows important ആണ്. കാരണം നമുക്കൊരു randomized block design ആണ്. Columns എല്ലാം ഒരു independent variable ആയിരിക്കും, rows എല്ലാം another independent variable ആയിരിക്കും. അപ്പോൾ നമുക്ക് പല കാറ്റഗറീസ്, രണ്ട് ഫാക്ടേഴ്സിനെയും ഡിഫറെന്റ് കാറ്റഗറീസ് ആയി തിരിച്ചുകൊണ്ട് ബ്ലോക്ക് ആയിട്ട് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിലൂടെയാണ് ടു-വേ അപ്ലൈ ചെയ്യുന്നത്. സോ കോളം വേരിയൻസും റോ വേരിയൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് വേരിയൻസ് ബിറ്റ്വീൻ കോളംസും വേരിയൻസ് ബിറ്റ്വീൻ റോസും നമുക്ക് കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ വേരിയൻസ് വിത്തിൻ സാമ്പിൾസ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെസിഡ്യുവൽ വേരിയൻസ്. So total variance is a sum total of variance between columns, variance between rows, and variance within samples. What is a null hypothesis in two-way ANOVA? Columns and rows are important here. So we have two null hypotheses. First one, means of all column samples are equal, means of all row samples are equal. ഇങ്ങനെ രണ്ട് null hypothesis ആണ് നമുക്ക് frame out ചെയ്യാൻ പറ്റുന്നത്. Then we can calculate T. Sum of T means the sum of all observations in rows and columns. Then calculate SSC. Then calculate SSR. Then calculate SST and arrange these SSC, SSR and SST in a two-way ANOVA table. This is the two-way ANOVA table. Between columns, between rows, residual variance ഉണ്ട്. SSC, SSR, then SST നമ്മൾ എഴുതി കഴിഞ്ഞാൽ SSE നമുക്ക് ബാലൻസ് ചെയ്തെടുക്കാം. Degree of freedom in case of between column is C-1, in case of between rows R-1, in case of residual variance C-1 into R-1. From these sum of squares and degree of freedom we can calculate the mean squares. Mean squares between column is SSC divided by C-1. In case of rows, SSR divided by R-1, and in case of residual variance, MSE is equal to SSC divided by C-1 into R-1. Here, the total number of observation is represented as capital letter N. നമുക്ക് F ratio കണ്ടുപിടിക്കണം. F will always be greater than unity. Therefore, F is the ratio of greater variance to smaller variance. That is, F is equal to greater variance divided by smaller variance. Sometimes MSC ആയിരിക്കാം ചിലപ്പോൾ വലുത്, ചിലപ്പോൾ MSR ആയിരിക്കാം, MSE ആയിരിക്കാം. അപ്പോൾ എന്താണോ ഏത് വേരിയൻസ് ആണോ വലുത് അതിനെ ന്യൂമറേറ്റർ ആയിട്ടും ചെറുതിനെ നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ടും ആയിരിക്കണം എടുക്കേണ്ടത്. In case of between columns, that is F ratio is equal to MSC divided by MSE or MSE divided by MSC depending upon അതിൻ്റെ വാല്യൂൻ്റെ വലുത് ഗ്രേറ്റർ ആണോ സ്മോളർ ആണോ നോക്കിയിട്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഡിഗ്രി ഓഫ് ഫ്രീഡം ഈസ് C-1, C-1 into R-1. Using this degree of freedom and level of significance, we have to calculate the table value. Then in case of rows, between rows ആണെങ്കിൽ MSR divided by MSE അല്ലെങ്കിൽ MSE divided by MSR. Degree of freedom is R-1, C-1 into R-1. Conclusion. When the calculated value is less than table value, we can accept the null hypothesis, otherwise we can reject. This is the problem. 3 varieties of crops A, B and C are tested in a randomized block design with 4 replications. Randomized block design എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്.
That means in case of randomized block design, ഓരോ ബ്ലോക്സിലേക്കുമാണ് treatment assign ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ rows and columns are important. So this is a two-way analysis. The yield are given below. Test whether there is significant difference between varieties. Test also whether yield of A differs significantly from that of B. So രണ്ട് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ബിറ്റ്വീൻ വെറൈറ്റീസ് ആണ്. നോക്ക് ക്വസ്റ്റ്യനിലെ ബോക്സിൽ നമുക്ക് ബ്ലോക്ക് ഡിസൈനിൽ നോക്കിക്കഴിഞ്ഞാൽ വെറൈറ്റീസ് എന്ന് പറയുന്ന ഓരോ റോസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. റോ എ, റോ ബി, റോ സി. സോ റോസ് തമ്മിലുള്ള significant difference ഉണ്ടോ നമുക്ക് മെഷർ ചെയ്യണം. Then test also whether yield of A differs from that of B. അതായത് നമുക്ക് yield തന്നിട്ടുണ്ട് ഡിഫറെന്റ് റെപ്ലിക്കേഷൻസ് ലൈക്ക് 1, 2, 3 and 4. അപ്പോൾ കോളം വൈസും നമുക്ക് അതിനെ കമ്പയർ ചെയ്യേണ്ടതുണ്ട്. സോ റോ വൈസും കോളം വൈസും ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഇത് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ആണെന്ന്. സോ വി ക്യാൻ അപ്ലൈ two-way ANOVA. സൊല്യൂഷൻ നോക്കാം. ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ബോക്സ് വരയ്ക്കുക. എല്ലാ ഒബ്സർവേഷൻസും എല്ലാ ബ്ലോക്സിലുള്ള ഒബ്സർവേഷൻസും അതാത് കോളംസിലും റോസിലും അത് പ്രസന്റ് ചെയ്യുക. ദെൻ എല്ലാ റോസും എല്ലാ കോളംസും നമ്മൾ ആഡ് ചെയ്ത ടോട്ടൽ കാണുക. എല്ലാ റോസും കാണണം, എല്ലാ കോളംസും കാണണം. ബിക്കോസ് ദിസ് ഇസ് two-way ANOVA. സോ ടി കാൽക്കുലേറ്റ് ചെയ്യാം. റോസിന്റെ ടോട്ടൽ എടുത്താലും കോളംസിന്റെ ടോട്ടൽ എടുത്താലും കിട്ടുന്ന എമൗണ്ട് ആണ് T എന്ന് പറയുന്നത്. T is equal to 84 here. So T square divided by N calculate ചെയ്യണം. This is a correction factor. നമുക്ക് correction factor നാണ് T square divided by N കണക്കാക്കുന്നത്. So 84 square divided by 12. 12 means number of all observations ആണ്. ഇവിടെ 12 observations ഉണ്ട്. അതായത് 3 rows ഉണ്ട്. 3 rowsലും 4 observations ഉണ്ട്. 4 into 3 is 12. So 84 square divided by 12, that is 588 is the correction factor. Then we have to calculate the SSC. SSC calculate ചെയ്യുമ്പോൾ column totals ആണ് എടുക്കേണ്ടത്. column totals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ columns total 21, 15, 24 and 24. Then rows total consider ചെയ്യുന്നത് നമ്മൾ variance between rows calculate ചെയ്യുമ്പോൾ rows total ആയിട്ടുള്ള 24, 28, 32 എടുക്കണം. rows എടുക്കുമ്പോൾ എത്ര number of observations ഉണ്ട് റോസിൽ? 4 observations ഉണ്ട്. അതേപോലെ കോളംസ് ആണ് എടുക്കുന്നതെങ്കിൽ കോളംസിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? ഓരോ കോളത്തിലും 3 ഒബ്സർവേഷൻസ് ആണുള്ളത്. സോ SSCയിൽ n is equal to 3, SSR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 ഒബ്സർവേഷൻ n is equal to 4 ആണ്. സോ SSC ഫോർ കോളംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോളംസ് നോക്കിക്കഴിഞ്ഞാൽ 3 ഒബ്സർവേഷൻസേ ഉള്ളൂ. സോ sigma x1 the whole square divided by n plus sigma x2 the whole square divided by n, sigma x3 the whole square divided by n, sigma x4 the whole square divided by n. 4 കോളംസ് ഉണ്ട്. ഓരോ കോളത്തിലും 3 ഒബ്സർവേഷൻസ് ആണുള്ളത്. സോ കറക്ഷൻ ഫാക്ടർ ആയ T square divided by n അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യേണ്ടതുണ്ട്. സോ SSC is equal to 606 minus 588. Answer is 18. Then നമുക്ക് SSR കാൽക്കുലേറ്റ് ചെയ്യണം. SSR നമുക്ക് 3 റോസ് ആണുള്ളത്. റോസ് ടോട്ടൽ ആണ് ഇമ്പോർട്ടൻറ്റ്. റോസ് ടോട്ടൽ ആയ 24, സെക്കൻഡ് റോ 28, തേർഡ് റോ 32 ആണ്. ആ റോസ് ടോട്ടലിനെ സ്ക്വയർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇൻ ഈച്ച് റോ ആണ്. ഓരോ റോയിലും 4 ഒബ്സർവേഷൻസ് ഉണ്ട്. സോ ഡിവൈഡഡ് ബൈ 4. സോ SSR is equal to 596 minus the correction factor ആയിട്ടുള്ള 588. So SSR is equal to 8. Then we have to calculate SST. ബോക്സ് വരയ്ക്കുക. ഓരോ ഒബ്സർവേഷൻസിൻ്റെയും സ്ക്വയേഴ്സ് അതാത് പ്ലേസിലേക്ക് എടുത്തെഴുതാം. ആദ്യത്തെ കോളത്തിൽ 6 ആയിരുന്നു, then 7, then 8. അങ്ങനെ എല്ലാ ഐറ്റംസ് എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും സ്ക്വയേഴ്സ് എടുക്കുക. കോളംസ് മാത്രം ടോട്ടൽ ചെയ്യുക. ആ ടോട്ടൽസിൻ്റെ ടോട്ടൽ എടുക്കുക 624. So SST is equal to sum of all squares of all the observations minus T square divided by n. 624 minus 588. Answer is 36. So we have calculated SSC, SSR and SST. Then we can draw the ANOVA table. Not the one-way ANOVA, it's a mistake. Two-way ANOVA table, two-way ANOVA. Sources of variation between columns, between rows, within samples. ഇവിടെ നമ്മൾ SSC 18, SSR 8, SST 36. അത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് SSE കാൽക്കുലേറ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഫ്രീഡം C-1, R-1, then C-1 into R-1. C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസ്, R means നമ്പർ ഓഫ് റോസ് ആണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് n, all observation n ആണ്.
that is 12 minus 1 11. അങ്ങനെ എല്ലാ കോളംസും നമുക്ക് ആൻസർ ചെയ്യാം. Then mean squares calculate ചെയ്യാം. Mean square between columns is SSC divided by C minus 1, that is 18 divided by 3. Then MSR 8 divided by 2. Then MSE SSC divided by C minus 1 into R minus 1 ആണ്. So 10 divided by 6 1.667. So നമുക്ക് ഇതിൽ നിന്ന് F values കണ്ടുപിടിക്കണം. ആദ്യം between columns ആണ്. Between columns measure ചെയ്യുമ്പോൾ F is the ratio of MSC and MSE ആണ്. MSC is greater than MSE. So the equation is 6 divided by 1.667. In case of mean square between rows ആണെങ്കിൽ 4 1.667 ആണ്. 4 is greater than 1.667. So the equation is 4 divided by 1.667. So between rows ആദ്യം calculate ചെയ്യാം because നമ്മളോട് പറഞ്ഞിരിക്കുന്നത് varieties. First question varieties തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ്. So rows ആണ് varieties. So row ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. F ratio കണ്ടുപിടിക്കാൻ greater variance divided by smaller variance, that is 4 divided by 1.667 2.4. Degree of freedom അറിയാം R minus 1 C minus 1 into R minus 1, that is 2,6 ആണ്. Table value of F എടുത്തു കഴിഞ്ഞാൽ 5.14 ആണ്. So the calculated value F is 2.4 is less than table value. So we accept the null hypothesis. That means there is no significant difference between varieties. Significant ആയ difference, പ്രധാനമായിട്ടും എടുത്തു പറയത്തക്ക difference varieties തമ്മിൽ ഇല്ല എന്നതാണ് conclusion. Then എയും ബിയുടെയും yield തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. That is between columns ആണ്. So FC കണ്ടുപിടിക്കണം. Greater variance divided by smaller variance, 6 divided by 1.667, that is 3.6. Table value എടുക്കുമ്പോൾ degree of freedom 3,6 വരും. Then table value is 4.76. നമ്മൾ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. So we have taken 5% level of significance. Using that 5% of level of significance, the table value is 4.76. Here also the calculated value is less than table value. So we accept the null hypothesis that means yield of A does not differ significantly from that of B. Mean yield എന്ന് പറയുന്നത് വലിയ ഡിഫറൻസ് ഇല്ല B യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. So this is the application of two-way analysis or two-way analysis of variance. Hope you understand what is ANOVA, what is the concept of ANOVA, what are the basic assumptions while applying the analysis of variance, then what is the application of one-way ANOVA, what is the application of two-way ANOVA, etc. ഒരു another method കൂടി ഉണ്ട് ഇതിനകത്ത്, that is coding method എന്ന് പറയും. കോഡിംഗ് മെത്തേഡ് ഓരോ ഈ റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈനിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി റാൻഡമൈസ്ഡ് ഡിസൈനിലോ ഓരോ ഫിഗേഴ്സ് ഭയങ്കര വലിയ ഒബ്സർവേഷൻസ് വലിയൊരു ഫിഗർ ആണെങ്കിൽ നമുക്ക് അതിനെ കോഡിംഗ് മെത്തേഡിലൂടെ അതിനെ നമുക്ക് ചെറുതാക്കാം. ചെറുതാക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഫിഗർ എല്ലാ ഒബ്സർവേഷൻസിൽ നിന്നും ലെസ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഒന്നുകിൽ ലെസ് ചെയ്യാം, അല്ലെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒബ്സർവേഷൻസിനെല്ലാം എന്താണ് വീണ്ടും സ്ട്രക്ചർ ചെയ്തിട്ട് നമുക്ക് വൺ വേ അനോവയോ ടു വേ അനോവയോ അപ്ലൈ ചെയ്യാം. വലിയ ഫിഗേഴ്സ് ആണ് എങ്കിൽ അതിന്റെ സ്ക്വയേഴ്സ് ഒക്കെ കണക്കാക്കി നമുക്ക് എടുക്കുമ്പോൾ ഒത്തിരി ടൈം എടുക്കുകയോ അല്ലെങ്കിൽ അത് എന്താണ് അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോഡിംഗ് മെത്തേഡ്. So in coding method, it refers to addition, subtraction, multiplication or division of data by a constant or a common factor. ഒരു common factor, for example, ഇപ്പോൾ എല്ലാം 100-നേക്കാളും വലുതാണെങ്കിൽ common factor ആയിട്ടുള്ള ഒരു 100-നെ വെച്ച് നമുക്ക് ലെസ് ചെയ്യുകയോ അല്ലെങ്കിൽ തീരെ ചെറിയ ഫിഗർ ആണെങ്കിൽ ഏതെങ്കിലും ഒരു 10 വെച്ചിട്ട് ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ചെയ്യുമ്പോൾ എല്ലാ ഒബ്സർവേഷൻസിലും ഒരേപോലെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് പുതിയ ഒരു ടേബിൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് then apply the one-way ANOVA or two-way ANOVA, whichever is applicable. Okay, so this is analysis of variance. Thank you.